ഭൂമിയെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഓക്സിജൻ എന്ന വാതകം. പ്രത്യേകിച്ച് മനുഷ്യരും ഒട്ടനവധി മൃഗങ്ങളും ശ്വസിക്കുന്നത് ഓക്സിജനാണ്. സ്വന്തമായ എനർജിക്ക് ആവശ്യമായ വസ്തുക്കളെ ഉണ്ടാക്കാൻ ശേഷിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ് പ്ലാന്റ്സ്. മറ്റെല്ലാം മൃഗങ്ങളും നമ്മളുമൊക്കെ കൺസ്യൂമേഴ്സാണ്. ചെടികൾ ഫോട്ടോസിന്തസിസ് വഴിയാണ് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ നിന്നാണ് അന്തരീക്ഷത്തിൽ നമുക്കൊക്കെ ശ്വസിക്കാൻ ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുന്നത്. ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് ചെടികൾക്ക് വെള്ളം വേണം, കാർബൺ ഡയോക്സൈഡ് വേണം, പിന്നെ സൂര്യവെളിച്ചവും വേണം. ആ പേരിൽ തന്നെ ഉണ്ട് ഫോട്ടോസിന്തസിസ്, പ്രകാശത്തിൻ്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ, എങ്കിൽ മാത്രമേ ഓക്സിജനും ഉണ്ടാവുള്ളൂ. അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ മാസം ജൂലൈ 2024 ഈ നൂറ്റാണ്ടിൽ നടക്കാവുന്ന ഏറ്റവും പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്ന് നേച്ചർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ദ ഡിസ്കവറി ഓഫ് ഡാർക്ക് ഓക്സിജൻ. നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും വെളിച്ചം ഒരുപോലെ കിട്ടാറുണ്ടോ? ഇല്ലാലോ. ഓരോ സ്ഥലത്തിൻ്റെയും ഭൂപ്രകൃതിയും അവയുടെ പ്രത്യേകതയും അനുസരിച്ച് വെളിച്ചത്തിൻ്റെ ലഭ്യതയിൽ വ്യത്യാസം ഉണ്ടാവും. കരയിലും വെള്ളത്തിലും ഈ വ്യത്യാസം ഉണ്ടാവും. ഇൻഫാക്റ്റ് വെള്ളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം സമുദ്രങ്ങളിലെ സീ വാട്ടർ അല്ലേ. സോ സമുദ്രങ്ങളിൽ 200 മീറ്റർ ആഴത്തിൽ വരെയാണ് വെളിച്ചം കടക്കുന്നത്. 200 മീറ്റർ കഴിഞ്ഞ് 1000 മീറ്റർ വരെ വളരെ കുറച്ച് മാത്രമേ പ്രകാശം കടക്കുകയുള്ളൂ. അതും താഴോട്ട് പോകും തോറും മങ്ങി വരും. ഈ 200 മീറ്റർ വരെയുള്ള ഫോട്ടിക് സോണിലാണ് സമുദ്രങ്ങളിൽ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുക. 1000 മീറ്ററിന് താഴെ പിച്ച് ബ്ലാക്ക് ആയിരിക്കും. അങ്ങോട്ടേക്ക് ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള സാധ്യത ഇല്ല. ഇനി ഈ 1000 മീറ്ററിനും താഴോട്ട് സമുദ്രത്തിൻ്റെ അടുത്തിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തും ഓരോ ആഴം അനുസരിച്ചിട്ടായിരിക്കും. എന്നാലും ഏകദേശം 3500 മീറ്ററിനും 6500 മീറ്ററിനും ആഴത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായി ചില പ്രദേശങ്ങളിൽ പോളിമെറ്റാലിക് നോഡ്യൂൾസ് എന്ന മിനറൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊരു പുതിയ സംഭവമേ അല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളിത് കണ്ടെത്തിയിട്ടുണ്ട്. പാറക്കഷ്ണങ്ങൾ പോലെ അല്ലെങ്കിൽ കോറൽ റീഫ്സ് പോലെ തോന്നും ഇതിനെ കണ്ട. ഇനി ഇതെന്താന്ന് വെച്ചാൽ, പോളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, ഒന്നിലധികം മെറ്റലുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. പ്രധാനമായും മാംഗനീസും അയണും. എന്നാൽ നമ്മുടെ ഭൂമി വളരെ ഡൈവേഴ്സ് ആയതുകൊണ്ട് ഇത് രൂപപ്പെടുന്ന സ്ഥലങ്ങളിലെ പ്രത്യേകത അനുസരിച്ച് ഈ മാംഗനീസിൻ്റെയും അയണിൻ്റെയും കൂടെ കൊബാൾട്ട്, നിക്കല്, ലിഥിയം പോലുള്ള എലമെൻറ്റുകളും അടങ്ങിയിട്ടുണ്ടാകും. 1970-കൾ 80-കളിലൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായപ്പം ഒബ്വിയസ്ലി പല ഇൻഡസ്ട്രികൾ തമ്മിൽ മത്സരം ഉണ്ടായി. എസ്പെഷ്യലി ഇലക്ട്രോണിക് ഇൻഡസ്ട്രികളിൽ. ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്കെല്ലാം ഒരുപോലെ ആവശ്യമുള്ള ഒന്നായിരുന്നു ബാറ്ററീസ്. അതിനാവശ്യമായ മിനറൽസ് അല്ലെങ്കിൽ മെറ്റൽസ് ഒക്കെ ഈ പറഞ്ഞ പോളിമെറ്റാലിക് നോഡ്യൂൾസിലുണ്ട്. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി മാത്രമല്ല, വേറെ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായതും ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസിലുണ്ട്. സോ ഇതെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ആൻഡ് ഈ വസ്തുക്കൾ അവിടെ ആയിട്ടല്ല കിടക്കുന്നത്. ഈ പടത്തിൽ കാണുന്നത് പോലെ വളരെ വലിയ ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടാവും കിടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഓഷ്യൻ ഫ്ലോർ നിറയെ ഇതുണ്ടാവും. ഇതിനെ മൈൻ ചെയ്ത് ഖനനം ചെയ്തെടുക്കുക എന്നതായിരുന്നു ഐഡിയ. ഞാൻ വായിച്ചതനുസരിച്ച് വ്യവസായ ആവശ്യങ്ങൾക്കായി 3 ഏരിയകളാണ് പോളിമെറ്റാലിക് നോഡ്യൂൾസിൻ്റെ മൈനിങ് സാധ്യതകളുള്ളത്. പസഫിക് ഓഷ്യനിലെ 2 ഭാഗങ്ങളും ഇന്ത്യൻ ഓഷ്യനിലെ ഒരു ഭാഗവും. കൊമേഴ്ഷ്യലി വലിയ സ്കെയിലിൽ ഇതുവരെ ഇത് മൈൻ ചെയ്തെടുത്തിട്ടില്ല. പക്ഷെ 60-കൾ മുതൽ തന്നെ പരീക്ഷണാർത്ഥം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ ഇവരെല്ലാവരും പോളിമെറ്റാലിക് നോഡ്യൂൾസിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഗവൺമെൻറ്റുകൾ മാത്രമല്ല, പ്രൈവറ്റ് കമ്പനികളും ഉണ്ട് കൂടെ. പക്ഷെ 1980-കളായപ്പം ഈ ഒരു എക്സ്പ്ലോറേഷനും പരിപാടികളും ഒക്കെ നിന്നു. കാരണം മെറ്റലിൻ്റെ മാർക്കറ്റ് ആ സമയത്ത് കുറഞ്ഞു. അതുമാത്രമല്ല, ഓഷ്യൻ എക്സ്പ്ലോറേഷൻ വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഏലിയൻസിനെ അന്വേഷിക്കുന്നു, എന്തുകൊണ്ട് സ്പേസ് എക്സ്പ്ലോറേഷന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഓഷ്യൻ എക്സ്പ്ലോറേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ പ്രഷറിലും ഇരുട്ടിലും വർക്ക് ചെയ്യാൻ ഭാഗത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. സോ അതും പോളിമെറ്റാലിക് നോഡ്യൂൾസിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് തടസ്സമായിരുന്നു. പിന്നെ ബാറ്ററിക്ക് ആവശ്യമുള്ള മെറ്റൽസിൻ്റെ മൈനിങ് സ്ഥലങ്ങൾ വേറെ കിട്ടുകയും ചെയ്തു. സോ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഈ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലുകളുടെ ലഭ്യത കുറവായതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഈ ക്ഷാമം നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ട് പല കമ്പനികൾക്കും ഓഷ്യനിൻ്റെ അടിത്തട്ടിലെ ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസിനെ മൈൻ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടായി.
മൈനിങ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ്. സോ അതിൻ്റെ ഭാഗമായി ഒരുപാട് പഠനങ്ങൾ ഈ മേഖലയിൽ നടക്കും. സോ ഇതിപ്പോൾ 2024 11 വർഷങ്ങൾക്ക് മുമ്പ് ആൻഡ്രൂ സ്വീറ്റ്മാനിൻ്റെ റിസർച്ച് ടീം പസഫിക് ഓഷ്യനിലെ ഈ ഭാഗം പഠിക്കാനായിട്ട് വരുന്നു. ആൻഡ് പഠനത്തിൻ്റെ ഭാഗമായി അവർ ആദ്യം നോക്കിയത് ഈ ഓഷ്യൻ ഫ്ലോറിലെ ഓക്സിജൻ്റെ ലെവൽ അളക്കുക എന്നതായിരുന്നു. സോ നമ്മൾ ആസ് എൻ മനുഷ്യർ ഇത്രയും നാൾ കരുതിയിരുന്നത് ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ ഉണ്ടാവുന്നു, അത് അന്തരീക്ഷത്തിൽ പോകുന്നു, ഓഷ്യൻ വാട്ടറിൽ കലർന്ന് താഴോട്ടും പോകുന്നു എന്നാണ്. ആൻഡ് ഇവൻച്വലി ഈ ഓക്സിജൻ്റെ അളവ് കുറയണം. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വിച്ച് വാസ് റിച്ച് ഇൻ പോളിമെറ്റാലിക് നോഡ്യൂൾ ഓക്സിജൻ്റെ ലെവൽ കുറയുന്നുണ്ടായില്ല, പകരം കൂടി. ഇതൊട്ടും പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ കേടുവന്നതാണെന്നോ മെഷർമെൻറ്റുകൾ ആക്യുറേറ്റ് അല്ലെന്നോ കരുതി പിന്നും ഓക്സിജൻ ലെവൽ അളന്നുകൊണ്ടേയിരുന്നു. ഫോട്ടോസിന്തസിസ് വഴി മാത്രമേ ഓക്സിജൻ ഉണ്ടാവുള്ളൂ എന്ന ഉറപ്പ് കാരണം 5-6 വർഷത്തോളം ഇത് റിപ്പീറ്റഡായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. Sensors that we were using were faulty, so I'd send them back to the manufacturer for recalibration and testing, and they'd send them back to me and tell me that everything was working. So I'd then go out to sea again with them and I'd see the same thing, oxygen increasing in these mesocosms over time. Over about 8 or 9 years, I kept getting these faulty readings in my sensors. പിന്നീട് 2020-21 ആയപ്പോൾ ഇവർ ഉപയോഗിച്ച മെത്തേഡും ഉപകരണങ്ങളും മാറ്റി മറ്റൊരു രീതിയിൽ ഓക്സിജൻ ലെവൽ അളന്നു. അപ്പോഴും ഇതേപോലെ തന്നെ. സോ there has to be only one way. പ്രകാശം കടക്കാത്ത, ഫോട്ടോസിന്തസിസ് നടക്കാത്ത ഈ ഒരു പ്രദേശത്ത് ഓക്സിജൻ്റെ അളവ് കൂടണമെങ്കിൽ ഓക്സിജൻ്റെ ഉൽപ്പാദനം എങ്ങനെയോ നടക്കുന്നുണ്ട്. ആൻഡ് അവിടെയുള്ള സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ഈ പോളിമെറ്റാലിക് നോഡ്യൂളായിരുന്നു. സോ അത് അവർ അവിടെ നിന്ന് എടുത്തിട്ട് പരീക്ഷണം നടത്തി. സാധാരണയായി സമുദ്രത്തിലെ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ആക്കണമെന്നുണ്ടെങ്കിൽ 1.5 വോൾട്ട് വേണം. പോളിമെറ്റാലിക് നോഡ്യൂളുകൾ അല്ലെങ്കിൽ മാംഗനീസ് നോഡ്യൂളുകൾ കൂട്ടത്തോടെ ചേർന്ന് അതിൽ മറ്റുള്ള അയൺ, നിക്കൽ പോലുള്ള മെറ്റൽസിൻ്റെ പ്രസൻസും കൂടെ കാരണം സമുദ്രത്തിലെ വെള്ളത്തിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ഇതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വെളിച്ചത്തിൻ്റെ പ്രസൻസിൽ അല്ലാതെ നടന്ന പ്രക്രിയയിലൂടെ ഉണ്ടായതുകൊണ്ട് ഈ ഓക്സിജനെ ഡാർക്ക് ഓക്സിജൻ എന്ന് വിളിച്ചു. നമ്മുടെ ലൈഫ് ടൈമിലെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഡാർക്ക് ഓക്സിജൻ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ പറഞ്ഞ പോളിമെറ്റാലിക് നോഡ്യൂൾസിനെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതേപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക്, എൻവയോൺമെൻറ്റിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, എത്രമാത്രം ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഈ വക കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും. ജീവൻ എങ്ങനെ ഉണ്ടായി, എവല്യൂഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം നമ്മൾ വിശ്വസിച്ചിരുന്നത് ഫോട്ടോസിന്തസിസ് വഴി മാത്രമേ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നാണ്. ആ ഒരു ഐഡിയയാണ് കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നത്. എത്ര വർഷം മുമ്പാണ് ഈ ഡാർക്ക് ഓക്സിജൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാവാൻ തുടങ്ങിയത്, അതും ലൈഫ് ഫോമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ ഈസ്, ചെടികളിൽ നിന്നല്ലാതെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ഭൂമിയിൽ പറ്റുമെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളോ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളോ ഇതുപോലെ സംഭവിക്കുന്നുണ്ടാകുമോ, അത് ജീവൻ്റെ തുടിപ്പുകൾക്ക് അവിടെ കാരണമാകുന്നുണ്ടോ എന്നും നമുക്കറിയാനായിട്ട് പറ്റും. സോ ഇനി അങ്ങോട്ടേക്ക് ഡാർക്ക് ഓക്സിജൻ്റെ പഠനങ്ങളും പോളിമെറ്റാലിക് നോഡ്യൂൾസിൻ്റെ പഠനങ്ങളും നമുക്ക് ധാരാളമായിട്ട് പ്രതീക്ഷിക്കാം.